അംഗൻവാടിയിൽ നിന്ന് വന്ന് ഉറങ്ങാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുഞ്ഞേട്ടനെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞതും ഇവൻ കേട്ടതും ഇവൻ അങ്ങ് എണീച്ചിട്ട് പറഞ്ഞു എന്നാ പോവാന്നെല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്കും അവൻ്റെ ഉറക്കിലങ്ങ് പോയി. അങ്ങനെ ഇവൻ സ്റ്റിയറിങ്ങെല്ലാം ഓടിച്ച് പോകുന്ന വഴിക്ക് കോലുമുട്ടായി വാങ്ങിക്കൊടുത്ത്. അങ്ങനെ അത് കുറച്ച് വായിലെല്ലാം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കി എന്നോട് ചോദിച്ചു വേണോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കാരണം എനിക്ക് കോലുമുട്ടായി ഒന്നും അത്ര വലിയ താല്പര്യമില്ല. അങ്ങനെ പിന്നെ അത് അച്ചമ്മക്ക് കൊടുത്ത്. പിന്നെ ഡയറി മിൽക്ക് കടിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അതെനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എന്നെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സ്ഥിരം ഡയലോഗ് അങ്ങ് എടുത്തു. അമ്മേൻ്റെ പൊന്നല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒരു കഷ്ണം അങ്ങ് കടിക്കാൻ തന്നു. ഞാൻ ലേശേ കടിച്ചിട്ടു, കാരണം എനിക്ക് അതിൻ്റെ സ്വഭാവം അറിയാം, നല്ലോണം കടിച്ചെങ്കിൽ വീണ്ടും വാങ്ങിപ്പിക്കും. അങ്ങനെ മുട്ടായിയെല്ലാം കഴിച്ച് നമ്മൾ നേരെ കുഞ്ഞേട്ടൻ്റെ വീട്ടിലെത്തി. പിന്നെ പറയണോ, കുഞ്ഞേട്ടനും മോനും കൂടിയിട്ട് ഭയങ്കര കളിയായിരുന്നു. കളിയല്ല, കുരുത്തക്കേട് ഓരോന്നിങ്ങനെ കണ്ടുപിടിക്കുന്നതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇവൻ പറയുന്നത് കുഞ്ഞേട്ടനാണ് എൻ്റെ ഫ്രണ്ട് എന്ന്. കാരണം അവൻ്റെ കൂടെ കൂടിയാൽ ഇവർക്ക് രണ്ടാക്കും കുരുത്തക്കേട് കളിക്കാം, അവനും കളിക്കാം ഇവനും കളിക്കാം. അപ്പോൾ പിന്നെ ഒന്നും പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ മീനെല്ലാം എടുക്കുമ്പോൾ കുഞ്ഞേട്ടൻ പറയുന്നുണ്ട് അതാടെ വെക്കുകയെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട് നിറച്ച് ഓടാൻ തുടങ്ങി, ഓരോ കുരുത്തക്കേട് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന. അങ്ങനെ കുഞ്ഞേട്ടൻ ഇപ്പുറത്തെ ഓടുമ്പം ഓൻ അതിലേ ഓടുന്നുണ്ട്, ഇവൻ ഇതിലേ ഓടുമ്പോൾ കുഞ്ഞേട്ടൻ അതിലേ ഓടുന്നുണ്ട്. അങ്ങനെ എന്നാൽ വീട് നിറച്ചിങ്ങനെ ഓടുന്നുണ്ട്. പിന്നെ കുഞ്ഞേട്ടൻ സൈക്കിളെടുത്ത് വന്നപ്പം മോനാണെങ്കിൽ അത് ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോനെ വീഴുകയെന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് എങ്ങനെയെല്ലാം അവനെ കൂട്ടി ടാറ്റാ ബൈ ബൈ സി യു എന്നെല്ലാം പറഞ്ഞ് വീട്ടിലേക്ക് എത്തി. പിന്നെ വീട്ടിലെത്തി മോനെ ഉറക്കാൻ കിടത്തിയപ്പോൾ ഏട്ടൻ വിളിക്കുന്നത് പള്ളിയത്ത് പൂക്കലശുകൊണ്ട് വരുന്നോന്ന്. ഞാൻ കേട്ട വാതെ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വരാണ്ടോന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്ന മോനെ എണീപ്പിച്ചിട്ട് പറഞ്ഞു മോനെ ഗൊറില്ല ഉണ്ട് നമുക്ക് പോവാലോ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ കുറച്ച് കാണുമ്പോഴേക്ക് ഇവനങ്ങ് ഉറങ്ങിപ്പോയി. ഗൊറില്ലേനൊന്നും ഇവൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എനക്കും സങ്കടമായിപ്പോയി, കാരണം മോനെ കാണണമെന്നും പറഞ്ഞിട്ട് വന്ന് ഇവനങ്ങ് ഉറങ്ങിയിട്ടും പോയി. നല്ല ഗൊറില്ലായിരുന്നു, നമ്മളെ അവിടെ ഉണ്ടായ ഗൊറില്ല പോലെ ഒന്നല്ല, ഇതാണെങ്കിൽ കുറച്ച് വെറൈറ്റി ഗൊറില്ലായിരുന്നു. ഇത് കണ്ടില്ലല്ലോ എന്നുള്ള സങ്കടം അവനുണ്ടായിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ ബൈ ബൈ സി യു.